നമസ്കാരം. 8th സ്റ്റാൻഡേർഡ് മാത്സിലെ 4th ചാപ്റ്ററായ പോളിഗൺസ് അതിലെ പേജ് നമ്പർ 72 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓൾ ഇന്നർ ആംഗിൾസ് ഓഫ് ആൻ 18-sided polygon ആർ ഈക്വൽ. ഹൗ മച്ച് ഈസ് ഈച്ച് ഔട്ടർ ആംഗിൾ, ഹൗ മച്ച് ഈസ് ഈച്ച് ഇന്നർ ആംഗിൾ. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 18 സൈഡുള്ള ഒരു പോളിഗൺ ആണ്, അതിൻ്റെ ഇന്നർ ആംഗിൾസ് എല്ലാം ഈക്വൽ ആണ്. അങ്ങനെയെങ്കിൽ ഓരോ ഔട്ടർ ആംഗിളും എത്ര ഡിഗ്രിയാണ്, അതുപോലെ ഓരോ ഇന്നർ ആംഗിളും എത്ര ഡിഗ്രിയാണ്. അതായത് 18 സൈഡുള്ള ഒരു ബഹുഭുജം, അതിൻ്റെ അകക്കോണുകൾ തുല്യമാണ്. അങ്ങനെയെങ്കിൽ ഓരോ അകക്കോണും അതുപോലെ ഓരോ പുറം കോണും കണ്ടുപിടിക്കുക. ഇവിടെ നമ്പർ ഓഫ് സൈഡ്സ് എത്രയാണ്? 18 ആണ്. നമ്പർ ഓഫ് സൈഡ്സ് 18 സൈഡ്സ് ഉണ്ടെങ്കിൽ എത്ര ഔട്ടർ ആംഗിൾസ് ഉണ്ടാവും? അത്രയും തന്നെ ഔട്ടർ ആംഗിൾസ് ഉണ്ടാവും. സോ നമ്പർ ഓഫ് ഔട്ടർ ആംഗിൾസ് 18 ആയിരിക്കും. 18 സൈഡ് ഉണ്ടെങ്കിൽ അത്രയും തന്നെ ഔട്ടർ ആംഗിൾസ് ഉണ്ടാവും. പിന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്നർ ആംഗിൾസ് എല്ലാം ഈക്വൽ ആണെന്ന്. ഇന്നർ ആംഗിൾസ് എല്ലാം ഈക്വൽ ആണെങ്കിൽ തീർച്ചയായിട്ടും ഔട്ടർ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഇത് നമ്മൾ പഠിച്ചല്ലോ, ഏത് പോളിഗൺ ആണെങ്കിലും എത്ര സൈഡ്സ് ഉണ്ടെങ്കിലും സം ഓഫ് ഔട്ടർ ആംഗിൾസ് 360 ആണ് നമ്മൾ പഠിച്ചത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു ഔട്ടർ ആംഗിൾ കാണാൻ ഈ 360യെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. അപ്പം 1 ഔട്ടർ ആംഗിൾ, സം ഓഫ് ഔട്ടർ ആംഗിൾസ് എത്രയാണ് നമുക്കറിയാം. സം ഓഫ് ഔട്ടർ ആംഗിൾസ് 360 ഡിഗ്രി. ദെൻ 1 ഔട്ടർ ആംഗിൾ, അതാണല്ലോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 1 ഔട്ടർ ആംഗിൾ ഇസ് ഈക്വൽ ടു 360 ഡിവൈഡഡ് ബൈ എത്ര ഔട്ടർ ആംഗിൾ ഉണ്ട്? 18. അപ്പം എന്ത് വരും? 18 36 2 ടൈംസ് പിന്നെ ഒരു 0 ഉണ്ട്. അപ്പം 20 ഡിഗ്രിയാണ് 1 ഔട്ടർ ആംഗിൾ. സെക്കൻഡ് പാർട്ട് ചോദിച്ചിരിക്കുന്നത് ഇന്നർ ആംഗിൾ ആണ് അല്ലേ? ഇന്നർ ആംഗിൾ നമുക്കറിയാലോ, ഏത് പോളിഗണിന്റെയും ഒരു വെർട്ടെക്സിൽ വരുന്ന ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഇവിടെ നോക്കിയേ, ഈ ഒരു ക്വാഡ്രാറ്ററിൽ ഇത് ഇതിൻ്റെ ഇന്നർ ആംഗിൾ, ഇത് ഇതിൻ്റെ ഔട്ടർ ആംഗിൾ. ഇത് രണ്ടും, ഇത് എക്സ് ഇത് വൈ ആണെങ്കിൽ രണ്ടും കൂടെയുള്ള സം എന്താണ്? എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. അതായത് ഒരു ആന്തരകോണും ഒരു പുറം കോണും കൂടെ കൂട്ടിയാൽ നമ്മൾക്ക് 180 ഡിഗ്രി കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഒരു പുറം കോൺ അറിയാം, അല്ലെങ്കിൽ ഒരു ഔട്ടർ ആംഗിൾ അറിയാം, 20 ഡിഗ്രിയാണ്. ഔട്ടർ ആംഗിളും ഇന്നർ ആംഗിളും കൂടി ആഡ് ചെയ്താൽ 180 ഡിഗ്രി കിട്ടും. വൺ ഇന്നർ ആംഗിൾ പ്ലസ് 1 ഔട്ടർ ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രി. ഇതിൽ നമുക്ക് ഔട്ടർ ആംഗിൾ അറിയാം 20 ഡിഗ്രി. 20 ഡിഗ്രി ഇന്നർ ആംഗിളാണ് അറിയില്ലാത്തത്. 1 ഇന്നർ ആംഗിൾ പ്ലസ് 1 ഔട്ടർ ആംഗിൾ ഇസ് 20 ഡിഗ്രി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ദെർഫോർ 1 ഇന്നർ ആംഗിൾ കാണാമല്ലോ. 1 ഇന്നർ ആംഗിൾ ഇസ് ഈക്വൽ ടു 180 എന്ന് ഈ 20 മൈനസ് ചെയ്യണം. 180 മൈനസ് 20 എന്നാണ് 160. ഒരു ഇന്നർ ആംഗിൾ എത്രയാണ്? 160 ഡിഗ്രി. അതായത് ഒരു ആന്തരകോൺ 160 ഡിഗ്രിയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലെ ആദ്യത്തെ പാർട്ട്, ഇൻ വിച്ച് പോളിഗൺ ഈസ് ദ സം ഓഫ് ഔട്ടർ ആംഗിൾസ് ഓഫ് എ പോളിഗൺ 1 ഫ്രം ഈച്ച് വെർട്ടെക്സ് ഈക്വൽ ടു ദ സം ഓഫ് ഇറ്റ്സ് ഇന്നർ ആംഗിൾസ്. അതായത് ഒരു പോളിഗൺ അതിൻ്റെ സം ഓഫ് ഔട്ടർ ആംഗിൾസും സം ഓഫ് ഇന്നർ ആംഗിൾസും ഈക്വൽ ആയിട്ട് വരുന്നത്, അത് അകക്കോണുകളുടെ തുകയും പുറം കോണുകളുടെ തുകയും തുല്യമായി വരുന്ന ബഹുഭുജം ഏതാണെന്ന്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇന്നർ ആംഗിൾസും ഔട്ടർ ആംഗിൾസും ഈക്വൽ ആയിട്ട് വരുന്ന പോളിഗൺ ഏതാണെന്നാണ്. അതായത് അകക്കോണും പുറം കോണും തുല്യമായി വരുന്ന ബഹുഭുജം ഏതാണെന്ന്. ഇവിടെ സം ഓഫ് ഇന്നർ ആംഗിൾസും സം ഓഫ് ഔട്ടർ ആംഗിൾസും ഈക്വൽ ആണ്. സം ഓഫ് ഇന്നർ ആംഗിൾസ് ഈക്വൽ സം ഓഫ് ഔട്ടർ ആംഗിൾസ്.
ഇനി സം ഓഫ് ഇന്നർ ആംഗിൾസ് ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ് സം ഓഫ് ഇന്നർ ആംഗിൾസ്? എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഏതൊരു പോളിഗണിന്റെ ആണെങ്കിലും എൻ സൈഡുള്ള ഒരു പോളിഗണിന്റെ സം ഓഫ് ഇന്നർ ആംഗിൾസ് എന്താണ്? n-2 ഇൻറ്റു 180. n-2 ഇൻറ്റു 180 ഡിഗ്രിയാണ്. ഇനി സം ഓഫ് ഔട്ടർ ആംഗിൾ ഏത് പോളിഗൺ ആണെങ്കിലും സം ഓഫ് ഔട്ടർ ആംഗിൾ എത്രയാണ്? 360 ഡിഗ്രി. n-2 is equal to 360. ഈ 180 ഇവിടെ വരുമ്പോൾ ഡിവൈഡഡ് ബൈ ആവും. 360 ബൈ 180 എന്താണ്? 2 ആണ്. അപ്പം n is equal to 2. ഈ -2 ഇവിടെ വരുമ്പോൾ +2 ആവും. അങ്ങനെ 4. അപ്പം നമ്പർ ഓഫ് സൈഡ്സ് കിട്ടി അല്ലേ? 4 സൈഡ്സ് ആണ്. 4 സൈഡ്സ് ഉള്ള പോളിഗൺ ഏതാണ്? ക്വാഡ്രിലാറ്ററൽ ആണ്. അപ്പം സം ഓഫ് ഇന്നർ ആംഗിൾസും സം ഓഫ് ഔട്ടർ ആംഗിൾസും ഈക്വലായി വരുന്ന പോളിഗൺ ഏതാണ്? ക്വാഡ്രിലാറ്ററൽ. അല്ലെങ്കിൽ അകക്കോണുകളും പുറം കോണുകളും തുല്യമായി വരുന്ന ബഹുഭുജം ചതുർഭുജമാണ്. Therefore, the polygon is a quadrilateral. മൂന്നാമത്തെ പാർട്ട്, ഇൻ വിച്ച് പോളിഗൺ ഈസ് ദ സം ഓഫ് ദ ഔട്ടർ ആംഗിൾസ് ഹാഫ് ദ സം ഓഫ് ദ ഇന്നർ ആംഗിൾസ്. അതായത് ഔട്ടർ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് ഇന്നർ ആംഗിൾസിൻ്റെ സമ്മിൻ്റെ ഹാഫ്. പുറംകോണുകളുടെ തുക അകക്കോണുകളുടെ തുകയുടെ പകുതിയാകുന്നത് ഏത് ബഹുഭുജത്തിനാണ്? ഇപ്പം രണ്ടാമത്തെ പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സം ഓഫ് ഇന്നർ ആംഗിൾസിൻ്റെ ഡബിൾ ആണ് സം ഓഫ് ഔട്ടർ ആംഗിൾസ്. അതായത് അകക്കോണുകളുടെ ഇരട്ടിയാണ് പുറംകോണുകളുടെ തുക. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു സം ഓഫ് ഇന്നർ ആംഗിൾസ് ഇസ് ഈക്വൽ ടു സം ഓഫ് ഔട്ടർ ആംഗിൾസ്. ഇന്നർ ആംഗിൾസിൻ്റെ സമ്മിൻ്റെ 2 ഇരട്ടിയാണ്. അതാണ് 2 ഇൻറ്റു സം ഓഫ് ഔട്ടർ ആംഗിൾസ്. 2 ഇൻറ്റു സം ഓഫ് ഇന്നർ ആംഗിൾസ് എന്താണ്? n-2 ഇൻറ്റു 180. സം ഓഫ് ഔട്ടർ ആംഗിൾസ് ഏതാണെങ്കിലും ഏത് പോളിഗൺ ആണെങ്കിലും നമുക്കറിയാം 360 ഡിഗ്രി ആണെന്ന്. അപ്പോൾ 2 ഇൻറ്റു n-2 ഇൻറ്റു 180. n-2 is equal to 360. ഇവിടെ 2 ഇൻറ്റു 180 ആണ്. അത് ഇവിടെ വരുമ്പോൾ താഴെ വരും. 2 ഇൻറ്റു 180. ഈ 2 ഇൻറ്റു 180 എന്ന് പറഞ്ഞാൽ 360 തന്നെയല്ലേ? അപ്പം 360 ഡിവൈഡഡ് ബൈ 360. അപ്പം എന്ത് വരും? 1 ബൈ 1. അപ്പം 1 വരും. n-2 1. ഇനി നമുക്ക് നമ്പർ ഓഫ് സൈഡ്സ് n കണ്ടുപിടിക്കണ്ടേ? n is equal to 1. ഈ -2 ഇവിടെ വരുമ്പോൾ +2 ആവും. അപ്പം നമ്പർ ഓഫ് സൈഡ്സ് എന്താണ്? 3 സൈഡ്സ് ഉള്ള പോളിഗൺ ആണ്. 3 സൈഡ്സ് ഉള്ള പോളിഗൺ എന്ന് പറഞ്ഞാൽ പോളിഗൺ ഏതാണ്? ട്രയാങ്കിൾ ആണ് അല്ലേ? 3 വശങ്ങളുള്ള ബഹുഭുജം എന്ന് പറഞ്ഞാൽ ത്രികോണമാണ്. Therefore, the polygon is a triangle. Therefore, the polygon is a triangle. മൂന്നാമത്തെ പാർട്ട്, ഇൻ വിച്ച് പോളിഗൺ ഈസ് ദ സം ഓഫ് ദ ഔട്ടർ ആംഗിൾസ് ഹാഫ് ദ സം ഓഫ് ദ ഇന്നർ ആംഗിൾസ്. അതായത് ഏത് പോളിഗൺ ആണ് ഔട്ടർ ആംഗിൾസിൻ്റെ സമ്മ് ഇന്നർ ആംഗിൾസിൻ്റെ ഹാഫ് ആകുന്നത്? അതായത് പുറംകോണുകളുടെ തുക അകക്കോണുകളുടെ തുകയുടെ പകുതിയാകുന്നത് ഏത് ബഹുഭുജത്തിനാണ്? മൂന്നാമത്തെ പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സം ഓഫ് ഇന്നർ ആംഗിൾസിൻ്റെ ഹാഫാണ് സം ഓഫ് ഔട്ടർ ആംഗിൾസ്. അതായത് അകക്കോണുകളുടെ പകുതിയാണ് പുറംകോണുകളുടെ തുക. നമുക്ക് എങ്ങനെ എഴുതാം? ഹാഫ് ഇൻറ്റു ഹാഫ്, പകുതി എന്നുള്ളതാണ്. ഹാഫ് ഇൻറ്റു സം ഓഫ് ഇന്നർ ആംഗിൾസ്. ഹാഫ് ഇൻറ്റു സം ഓഫ് ഇന്നർ ആംഗിൾസ് ഇസ് ഈക്വൽ ടു എന്താണ്? സം ഓഫ് ഔട്ടർ ആംഗിൾസ്. സം ഓഫ് ഔട്ടർ ആംഗിൾസ്. ഹാഫ് ഇൻറ്റു സം ഓഫ് ഇന്നർ ആംഗിൾസ് എന്താണ്? n-2 ഇൻറ്റു 180 ഇസ് ഈക്വൽ ടു സം ഓഫ് ഔട്ടർ ആംഗിൾസ് എന്താണ്? 360 ഡിഗ്രി. ഇനി ഈ 2 180ൽ 90 ടൈംസ്. n-2 ഇസ് ഈക്വൽ ടു 360 ഇവിടെ ഇൻറ്റു 90 ആണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ 90. 0 0 പിന്നെ 9 36ൽ 4 ടൈംസ്. n-2 4 കിട്ടി. Therefore n is equal to 4 + 2
6 അല്ലേ? അപ്പൊ 6 സൈഡ്സ് ഉണ്ട്. നമ്പർ ഓഫ് സൈഡ്സ് 6 ആണ്. അപ്പൊ 6 സൈഡ്സ് ഉള്ള പോളിഗൺ ഏതാണ്? ഹെക്സഗൺ അല്ലേ? ഷഡ്ഭുജം. അപ്പൊ 6 വശങ്ങളുള്ള ബഹുഭുജം എന്ന് പറഞ്ഞാൽ ഷഡ്ഭുജമാണ്. Therefore polygon is a hexagon. Therefore the polygon is a hexagon. നാലാമത്തെ പാർട്ട് ഇൻ വിച്ച് പോളിഗൺ ഈസ് ദ സം ഓഫ് ദ ഔട്ടർ ആംഗിൾസ് 1/3 ദ സം ഓഫ് ദ ഇന്നർ ആംഗിൾസ്. അതായത് ഇന്നർ ആംഗിൾസിൻ്റെ 1/3 ആണ് ഔട്ടർ ആംഗിൾസിൻ്റെ സം, അല്ലെങ്കിൽ അകക്കോണുകളുടെ തുകയുടെ 1/3 പുറം കോണുകളുടെ തുക. അങ്ങനെ വരുന്ന ബഹുഭുജം അല്ലെങ്കിൽ പോളിഗൺ ഏതാണ്? നാലാമത്തെ പാർട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? സം ഓഫ് ഇന്നർ ആംഗിൾസിന്റെ 1/3 ആണ് സം ഓഫ് ഔട്ടർ ആംഗിൾസ്. അതായത് അകക്കോണുകളുടെ 1/3 പുറം കോണുകളുടെ തുക. അകക്കോണുകളുടെ തുകയുടെ 1/3 പുറം കോണുകളുടെ തുക. അപ്പൊ നമുക്ക് 1/3 1/3. അപ്പൊ അതെങ്ങനെ എഴുതാം? 1/3 ഇൻറ്റു സം ഓഫ് ഇന്നർ ആംഗിൾസ് ഇസ് ഈക്വൽ ടു സം ഓഫ് ഔട്ടർ ആംഗിൾസ്. നമ്മൾ നേരത്തെ ചെയ്തു വന്ന പോലെ തന്നെ. അപ്പൊ 1/3 ഹാഫ് എന്നൊക്കെ പറയുന്നതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ 1/3 ഇൻറ്റു സം ഓഫ് ഇന്നർ ആംഗിൾസ് എന്താണ്? നമുക്കറിയാം n-2 ഇൻറ്റു 180 ഇസ് ഈക്വൽ ടു സം ഓഫ് ഔട്ടർ ആംഗിൾ. ഏത് പോളിഗൺ ആണെങ്കിലും സം ഓഫ് ഔട്ടർ ആംഗിൾ എന്താണ്? 360 ഡിഗ്രി ആണ്. ഇനി 3 ഇതിൽ 60 ടൈംസ്. n-2 ഇൻറ്റു 60 ഇസ് ഈക്വൽ ടു എന്താണ്? 360. Therefore n-2 is equal to 360 divided by 60. 0 0 കട്ട് ചെയ്ത് പോയി. പിന്നെ 6 36 6 ടൈംസ്. അപ്പം n-2 6 കിട്ടി. n is equal to അപ്പോൾ എന്ത് കിട്ടും? 6 + 2. അപ്പം 8 സൈഡ്സ് ആണ് അല്ലേ? 8 സൈഡ്സ് ഉള്ള പോളിഗൺ എന്താണ് പറയുന്നത്? ഒക്ടഗൺ അല്ലെങ്കിൽ അഷ്ടഭുജം. Therefore the polygon is a octagon. Is an octagon. അല്ലെങ്കിൽ അഷ്ടഭുജം. ഓക്കെ.